6 നില കെട്ടിടത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു എൻജിൻ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ LNG ഷിപ്പായിട്ടുള്ള CMA CGM ഷാഖ്സാദെ എന്ന കപ്പലിൻ്റെ എൻജിൻ്റെ മാത്രം വലിപ്പം. എന്നാൽ ഇത്രയും വലിയ എൻജിൻ മാത്രമുള്ള ഈ കപ്പൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നും ഈ കപ്പലിനുള്ളിലെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലൊക്കെ എത്തി നിൽക്കുകയാണെങ്കിലും ലോകത്തിലെ മൊത്തം ചരക്കുകളുടെയും 90% ഇപ്പോഴും കടൽ വഴിയാണ് കൊണ്ടുപോകുന്നത്. അത് ചെറിയൊരു സൂചിയായാലും വലിയൊരു കാറായാലും ശരി, ഏത് സമയത്തും ആകാശത്തിലൂടെ ഏതാണ്ട് 20,000-ഓളം വിമാനങ്ങൾ പറക്കുന്നുണ്ടാകും. എന്നാൽ കടലിലെ കാര്യം നോക്കുകയാണെങ്കിൽ 1,00,000-ലധികം ചരക്കു കപ്പലുകളാണ് ഈ നിമിഷം പോലും കടലിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ചരക്കു കപ്പലുകളുടെ വലിപ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലും വലിയ കപ്പലുകൾ ഉണ്ടാക്കാൻ പറ്റാനിട്ടൊന്നുമല്ല. പക്ഷേ അങ്ങനെ ചെയ്താൽ സൂയിസ് കനാലും പനാമ കനാലും വഴിയൊന്നും ഇവയ്ക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കപ്പലിൻ്റെ വലിപ്പം കൂട്ടുന്നതിലല്ല, മറിച്ച് എത്രത്തോളം മൈലേജ് നൽകുന്ന കപ്പലുകൾ ഉണ്ടാക്കാം എന്നതിലാണ് ഇന്നത്തെ പ്രധാന മത്സരം നടക്കുന്നത്. ഇതുതന്നെയാണ് ഫ്രഞ്ച് ഷിപ്പിംഗ് കമ്പനിയായ CMA CGM ചിന്തിച്ചത്. പതിവ് കട്ടപ്പുക വമിക്കുന്ന ഹെവി ഫ്യൂവൽ ഓയിലോ ഡീസലോ അടിക്കുന്നതിന് പകരം പ്രകൃതിവാതകത്തിൻ്റെ ലിക്വിഡ് രൂപമായ LNG ഉപയോഗിച്ച് ഓടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ കപ്പൽ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. ഏതാണ്ട് 400 മീറ്റർ നീളമുള്ള ഈ കപ്പലിൻ്റെ നീളം 4 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി വച്ചാലുള്ള അത്രയും വരും. 61 മീറ്റർ വീതിയുള്ള ഇതിൻ്റെ ആകെ ഉയരം നമ്മുടെ കുത്തബ് മിനാറിനേക്കാൾ കൂടുതലാണ്. ഇതിൽ കണ്ടെയ്നർ ഒന്നും കയറ്റാതെ വെറും കപ്പലിൻ്റെ ബോഡിയുടെ സ്റ്റീൽ ഭാരം മാത്രം നോക്കിയാൽ ഏതാണ്ട് 700 ടൺ വരും. അതായത് 7 ഈഫിൽ ടവറുകളുടെ അത്രയും ഭാരം. ഒരൊറ്റ വരവിൽ 23,000 കണ്ടെയ്നറുകൾ വരെ ഈ കപ്പലിൽ അടിച്ചു കയറ്റാം. ഇതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ ഈ കണ്ടെയ്നറുകൾ എല്ലാം കൂടി നിലത്ത് ഒറ്റ വരിയായി വെച്ചാൽ ആ നിര 100-ലധികം കിലോമീറ്റർ നീളത്തിൽ നീണ്ടുകിടക്കും. പക്ഷേ ഇത്രയും വലിയൊരു കപ്പൽ ഉണ്ടാക്കുക എന്നത് മാത്രമല്ലായിരുന്നു ഇവിടുത്തെ വലിയ ട്വിസ്റ്റ്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഇതേപോലെയുള്ള 9 കപ്പലുകൾ CMA CGM ഉണ്ടാക്കണമായിരുന്നു. ഇതിനായി തിരഞ്ഞെടുത്തത് ചൈനയിലെ ഷാങ്ഹായിലുള്ള ഒരു ചെറിയ നാടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കൂറ്റൻ കപ്പൽശാലയായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇവിടെ രാപ്പകലില്ലാതെ പണിയെടുത്തത്. കപ്പലുകൾ ഒറ്റയടിക്ക് ഉണ്ടാക്കാതെ ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്ന പല കഷ്ണങ്ങളായാണ് അവർ നിർമ്മിച്ചത്. തുരുമ്പെടുക്കാതിരിക്കാൻ പാകപ്പെടുത്തിയ പ്രത്യേകതരം സ്റ്റീൽ പ്ലേറ്റുകൾ കൊണ്ടാണ് കപ്പലിൻ്റെ അടിത്തറ പണിതിരിക്കുന്നത്. ഒരു കപ്പലുണ്ടാക്കാൻ മാത്രം ഇത്തരം ആയിരക്കണക്കിന് വലിയ സ്റ്റീൽ പ്ലേറ്റുകൾ വേണം. സൂര്യൻ്റെ ചൂടിനേക്കാൾ കൂടുതൽ, അതായത് ഏതാണ്ട് 18,000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാക്കുന്ന പ്ലാസ്മ ലേസർ കട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ പ്ലേറ്റുകൾ മുറിച്ചെടുക്കുന്നത്. വെണ്ണയിൽ കത്തിയിറങ്ങുന്നത് പോലെ പഞ്ഞി പോലെയാണ് ഈ സ്റ്റീൽ പ്ലേറ്റുകൾ മുറിഞ്ഞു വീഴുക. ഒരു കപ്പലിന് വേണ്ടി മാത്രം 100 കണക്കിന് കിലോമീറ്റർ നീളത്തിലാണ് സ്റ്റീൽ പ്ലേറ്റുകൾ ഇങ്ങനെ മുറിച്ചു കൂട്ടുന്നത്. അതിനുശേഷം ഈ പ്ലേറ്റുകളെല്ലാം കൂടി വെൽഡ് ചെയ്ത് വലിയ ബ്ലോക്കുകളാക്കി മാറ്റും. ഈ ബ്ലോക്കുകൾക്ക് ഒരു മുറിയുടെ വലിപ്പം മുതൽ ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ അത്രയും വരെ വലിപ്പമുണ്ടാകും. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പൈപ്പുകളും വയറിങ്ങുകളും ഫിറ്റിങ്ങുകളുമെല്ലാം മുൻകൂട്ടി തന്നെ ഈ ബ്ലോക്കുകളുടെ ഉള്ളിൽ കയറ്റി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാകും. കപ്പലിൻ്റെ പിൻഭാഗത്തെ പല ബ്ലോക്കുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഭാഗമാണിത്. ഇത്തരം ഒരു വലിയ ബ്ലോക്കിന് മാത്രം 100 കണക്കിന് ടൺ ഭാരമുണ്ടാകും. അതായത് 2 ട്രെയിൻ എഞ്ചിനുകളുടെ അത്രയും ഭാരം. ഇത്രയും വലിയ ഭാരം എടുത്തുപൊക്കാൻ വേണ്ടി മാത്രമാണ് ഭീമാകാരമായ ഗാൻട്രി ക്രെയിനുകൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് കൃത്യമായ കണക്കുകൂട്ടലോടെ വളരെ പതുക്കെ ഓരോ ബ്ലോക്കും കപ്പലിൻ്റെ ഫ്രെയിമിലേക്ക് ഇറക്കി വെക്കും. ഇവിടെ വെറും മില്ലിമീറ്ററിൻ്റെ ഒരു വ്യത്യാസം വന്നാൽ പോലും മാസങ്ങളുടെ കഷ്ടപ്പാട് വെറുതെയാകുമെന്നോർക്കണം. എല്ലാ ബ്ലോക്കുകളും അവയുടെ സ്ഥാനത്ത് കൃത്യമായി വെച്ചു കഴിഞ്ഞാൽ പിന്നീട് വെൽഡിംഗ് പണിയാണ്. ഒരു വമ്പൻ കപ്പലിനായി 1000-ലധികം കിലോമീറ്റർ നീളത്തിലാണ് വെൽഡിംഗ് ചെയ്യുന്നത്. വെൽഡിംഗ് കഴിഞ്ഞയുടൻ ഓരോ ജോയിൻറ്റും അരിച്ചു പെറുക്കി പരിശോധിക്കുകയും ചെയ്യും. ഇതുവരെ പറഞ്ഞത് വെറും പുറംപോടിയും ബ്ലോക്കുകളും പണിത കഥ മാത്രമാണ്. ശരിക്കുമുള്ള കളി ഒളിഞ്ഞിരിക്കുന്നത് കപ്പലിൻ്റെ എഞ്ചിനിലാണ്. ഈ കപ്പൽ സാധാരണ ഓടുന്ന ഡീസലിലോ ഓയിലിലോ ഒന്നുമല്ല ഓടുന്നത്. പകരം LNG അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൽ ഓടാനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് സൾഫർ പുക 99%, മറ്റ് മാലിന്യങ്ങൾ വലിയ അളവിലും, കാർബൺ ഡൈ ഓക്സൈഡ് 20%-ലധികവും കുറയ്ക്കാൻ LNGക്ക് പറ്റും. പക്ഷേ ഷിപ്പിംഗ് ലോകത്ത് ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരാൻ CMA CGM കമ്പനിക്ക് നല്ല പണി കിട്ടി. LNGയെ ദ്രാവക രൂപത്തിൽ തന്നെ സൂക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ തലവേദന.
കാരണം -161°C കൊടും തണുപ്പിൽ ഇന്ധനം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടാങ്ക് ഉണ്ടാക്കണമായിരുന്നു. ഇതിൽ ലേശം ചൂട് തട്ടിയാലോ ടാങ്കിൻ്റെ ഇൻസുലേഷൻ പാളിയാലോ LNG വീണ്ടും ഗ്യാസായി മാറി വികസിക്കുകയും വലിയ അപകടം ഉണ്ടാവുകയും ചെയ്യും. ഈ ഭീമൻ കപ്പലിന് ഇന്ധനം നിറയ്ക്കാൻ എവിടെയും നിർത്താതെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് മുഴുവൻ ഓടിയെത്തണം. അതുകൊണ്ട് ഉള്ളിലെ LNG ടാങ്ക് അത്രയും വലുതായിരിക്കണം. എന്നാൽ ഒടുവിൽ അത് ഒരു കപ്പലിൽ ഇന്നേ വരെ പണിതിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ LNG ടാങ്കുകളിൽ ഒന്നായി മാറുകയായിരുന്നു. ഏതാണ്ട് 18,000 ക്യൂബിക് മീറ്റർ ആണ് ഇതിൻ്റെ വലിപ്പം. അകത്തു നിന്ന് നോക്കിയാൽ 6 ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളുകൾ വരെ ഇതിനുള്ളിൽ സുഖമായി ഇറക്കി വെക്കാം. ആകെ മൊത്തം ഏതാണ്ട് 2 കോടി ലിറ്റർ LNG ആണ് ഇതിൽ കൊള്ളുന്നത്. ഇത്രയും വലിയൊരു ഫ്യുവൽ ടാങ്ക് കപ്പലിനുള്ളിൽ പണിയുക എന്നതിനേക്കാൾ പുറത്തുനിന്നുള്ള ചൂടേൽക്കാതെ ആ ടാങ്കിനെ സംരക്ഷിക്കുക എന്നതായിരുന്നു യഥാർത്ഥ ടാസ്ക്. കപ്പലിനകത്ത് 6 സ്വിമ്മിംഗ് പൂളിൻ്റെ വലിപ്പമുള്ള ഒരു ഭീമൻ തെർമോസ് ഫ്ലാസ്ക് പണിയുന്നത് പോലെയായിരുന്നു അത്. ഈ ടാങ്ക് ഉണ്ടാക്കി ഉറപ്പിച്ചു നിർത്താൻ മാത്രം ആ ഷിപ്പ്യാർഡിന് 9 മാസത്തോളം വേണ്ടി വന്നു. പുറത്തുനിന്നുള്ള ചൂട് തടയാൻ വേണ്ടി ടാങ്കിൻ്റെ ഭിത്തികളിൽ ഒന്നിന് പുറകെ ഒന്നായി ഇൻസുലേഷൻ ഷീറ്റുകൾ ഒട്ടിച്ചു പിടിപ്പിച്ചു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് വന്നു. അതാണ് ലീക്ക് ടെസ്റ്റിംഗ്. കാരണം ഈ ടാങ്ക് ഒട്ടും ചോർച്ചയില്ലാതെ എയർ ടൈറ്റാക്കി മാറ്റേണ്ടത് അത്യാവശ്യമായിരുന്നു. നിർമ്മാതാക്കൾ ഇതിനായി വളരെ സിമ്പിളായ ഒരു തന്ത്രമാണ് ഉപയോഗിച്ചത്. ജോയിൻറ്റുകളിൽ സോപ്പ് വെള്ളം തേച്ച് പിടിപ്പിച്ചു. അതിനു മുകളിൽ ഒരു ഗ്ലാസ് പാത്രം വെച്ച് വാക്വം പമ്പ് ഉപയോഗിച്ച് ഉള്ളിലെ കാറ്റ് മുഴുവൻ വലിച്ചെടുത്തു. ഏതെങ്കിലും ജോയിൻറ്റിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും പുറത്തുനിന്നുള്ള കാറ്റ് ഉള്ളിലേക്ക് വലിഞ്ഞ് ആ ലീക്കുള്ള ഭാഗത്ത് കുമിളകൾ പൊങ്ങിവരും. അങ്ങനെ ലീക്കുള്ള ഭാഗങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവരടച്ചു. ലീക്ക് ടെസ്റ്റിന് ശേഷം അവസാനത്തെ ഇൻസുലേഷൻ ലെയർ പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇത് വെറും 1 മില്ലിമീറ്റർ മാത്രം കനമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള വേവി ഡിസൈനിലുള്ള ഷീറ്റുകളായിരുന്നു. -161°C തണുപ്പിലുള്ള LNG ഈ ഷീറ്റിൽ തട്ടുമ്പോൾ തണുപ്പ് കൊണ്ട് മെറ്റൽ ചുരുങ്ങും. ഈ വളഞ്ഞ പുളഞ്ഞ ഡിസൈൻ ഉള്ളതുകൊണ്ട് പൊട്ടിപ്പോകാതെ മെറ്റലിന് എത്ര തവണ വേണമെങ്കിലും ചുരുങ്ങാനും വികസിക്കാനും പറ്റും. കഠിനമായ ചൂടും തണുപ്പുമുള്ള മറ്റ് എഞ്ചിനീയറിംഗ് വർക്കുകളിലും ഇതുപോലെയുള്ള ഡിസൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒടുവിൽ 9 മാസത്തെ പണിക്ക് ശേഷം കപ്പലിൻ്റെ ആ വലിയ തെർമോസ് ഫ്ലാസ്ക് റെഡിയാകും. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വമ്പൻ LNG എഞ്ചിനുകളിൽ ഒന്നാണിത്. അതായത് ഏതാണ്ട് 16 മീറ്റർ ഉയരമുണ്ട് ഈ എഞ്ചിന്. ഏതാണ്ട് 2140 ടൺ ഭാരമുള്ള ഈ എഞ്ചിൻ തള്ളിവിടുന്നത് 85,000 ഹോഴ്സ് പവറാണ്. സർവീസിംഗ് നടത്തുന്നവർക്ക് എഞ്ചിൻ്റെ അകത്തുകൂടി സുഖമായി നടക്കാവുന്ന അത്രയും വലിപ്പമുണ്ട് ഇതിന്. ഈ എഞ്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൊണ്ടുവരിക എന്നതും ചില്ലറ പണിയായിരുന്നില്ല. അതുകൊണ്ട് പല പല ഭാഗങ്ങളായി എത്തിച്ച് അവിടെ വെച്ചാണ് ഫിറ്റ് ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് ക്രാങ്ക് ഷാഫ്റ്റാണ്. ഇതാണ് എഞ്ചിൻ്റെ പവർ പ്രൊപ്പല്ലറിലേക്ക് എത്തിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു ഭാഗത്തിന് മാത്രം 200 ടണ്ണിലധികം ഭാരമുണ്ടാകും. ഇത് നീക്കാൻ വേണ്ടി മാത്രമായി റിമോട്ട് കൺട്രോളിൽ ഓടുന്ന ഒരു പ്രത്യേക വണ്ടി തന്നെ അവർക്കുണ്ടാക്കേണ്ടി വന്നു. എന്നിട്ട് മില്ലിമീറ്റർ തെറ്റാതെ കൃത്യമായിട്ടാണ് അത് ഇറക്കി വെച്ചത്. ഈ എഞ്ചിന് 12 സിലിണ്ടറുകളുണ്ട്. ഓരോന്നിനും ഏതാണ്ട് 1 മീറ്റർ വീതിയുള്ള പിസ്റ്റണുകളാണുള്ളത്. ഇവ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ്. കപ്പലിൻ്റെ ബാക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രൊപ്പല്ലറിനെ കറക്കുന്നത് ഈ എഞ്ചിനാണ്. ഒരൊറ്റ കഷ്ണമായി ഉരുക്കിയ ഈ പ്രൊപ്പല്ലറിന് 90 ടണ്ണോളം ഭാരവും 10 മീറ്റർ അതായത് 33 അടി ഉയരവുമുണ്ട്. എഞ്ചിൻ്റെ പവർ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴിയാണ് ഈ പ്രൊപ്പല്ലറിലേക്ക് എത്തുന്നത്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഒരൽപ്പം പോലും വളയാതെ നേരെയായിരിക്കണം. കാരണം ചെറിയൊരു വളവ് വന്നാൽ പോലും ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ കപ്പൽ മൊത്തം അപകടകരമായ രീതിയിൽ വിറയ്ക്കാൻ തുടങ്ങും. ഇത് ഉറപ്പുവരുത്താൻ പ്രൊപ്പല്ലർ ഹബിനുള്ളിൽ കയറ്റുന്നതിന് മുൻപായി ഷാഫ്റ്റിൽ ഒരു പ്രത്യേക ഡൈ തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് ഇത് പുറത്തെടുക്കുമ്പോൾ ഷാഫ്റ്റിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് പ്രൊപ്പല്ലറിൻ്റെ ഉൾഭാഗവുമായി കണക്റ്റായി മുട്ടിയിരിക്കുന്നതെന്ന് ജോലിക്കാർക്ക് കാണാൻ പറ്റും. എവിടെയൊക്കെയാണ് ടച്ചിങ് ശരിയാവാത്തതെന്നും എവിടെയൊക്കെയാണ് കൂടുതൽ പ്രഷർ വരുന്നതെന്നും ഈ ടെസ്റ്റിലൂടെ എഞ്ചിനീയറിംഗ് ടീമിന് മനസ്സിലാക്കാനും വേണ്ട മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നു. കപ്പലിൻ്റെ മൊത്തം ബോഡിയുടെ പണി കഴിഞ്ഞപ്പോൾ കടലിലെ ഉപ്പുകാറ്റിൽ നിന്നും വെള്ളത്തിൽ നിന്നും അതിനെ രക്ഷിക്കാൻ പെയിൻറ് ചെയ്യേണ്ട പ്രോസസ്സാണ് ഇനി വരുന്നത്. കടലിലെ ഉപ്പുവെള്ളവും തിരമാലകളും ഉരസലും കാരണം സ്റ്റീൽ നശിക്കാൻ സാധ്യതയുണ്ട്. ഇത് കപ്പലിൻ്റെ മൈലേജ് കുറയ്ക്കുകയും ചെയ്യും. ഇതിനൊരു പരിഹാരമായി കപ്പലിന് പ്രത്യേകതരം മറൈൻ കോട്ടിംഗ് പെയിൻ്റാണ് അടിക്കുന്നത്. ഒരൊറ്റ കപ്പലിന് വേണ്ടി മാത്രം ഏതാണ്ട് 10 ലക്ഷം ലിറ്റർ പെയിൻ്റാണ് അടിച്ചു തീർക്കുക. അതായത് വത്തിക്കാൻ സിറ്റിയുടെ ഇരട്ടി വലിപ്പം വരുന്ന ഏതാണ്ട് 9,50,000 ചതുരശ്ര മീറ്റർ ഏരിയയിലാണ് ഇത്രയും പെയിൻ്റ് അടിക്കുന്നത്. ഇതിനുശേഷം കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ അവസാനത്തെ ബ്ലോക്ക് ഫിറ്റ് ചെയ്യും. അതാണ് കമാൻഡ് ബ്രിഡ്ജ്.
ഇതാണ് കപ്പലിൻ്റെ തലച്ചോറ്. ഇവിടെ നിന്നാണ് ക്യാപ്റ്റനും സംഘവും കപ്പലിനെ മുഴുവനായി കൺട്രോൾ ചെയ്യുന്നത്. 400 മീറ്റർ നീളമുള്ള ഈ ഭീമൻ കപ്പലിൻ്റെ ചുറ്റും സ്മാർട്ട് ഐ എന്നൊരു സൂപ്പർ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി കപ്പലിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കമാൻഡ് ബ്രിഡ്ജിലിരുന്ന് ക്യാപ്റ്റന് സ്ക്രീനിൽ കൃത്യമായി കാണാം. ഒടുവിൽ ഏതാണ്ട് 2 വർഷത്തെ പണിക്ക് ശേഷം ആദ്യത്തെ കപ്പലായ ഷാഹ്സാദെ റെഡിയായി. അതോടെ കടൽ പരീക്ഷണങ്ങൾ തുടങ്ങി. ഈ സമയത്ത് കപ്പലിൻ്റെ ഓരോ ചെറിയ പാർട്ടുകൾ പോലും അരിച്ചു പെറുക്കി ടെസ്റ്റ് ചെയ്യും. എഞ്ചിൻ്റെ സ്പീഡ്, എമർജൻസി സിസ്റ്റങ്ങൾ, നാവിഗേഷൻ സിസ്റ്റങ്ങൾ എന്നിവയൊക്കെ അവർ കൃത്യമായി പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ കപ്പലിന് എവിടെയെങ്കിലും ചെറിയ ചോർച്ചയുണ്ടോ എന്ന് നോക്കുകയും പ്രധാനമായും അതിൻ്റെ നങ്കൂരം താഴേക്കിട്ട് പരീക്ഷിക്കുകയും ചെയ്യും. ഈ ഭീമൻ കപ്പലിൻ്റെ ആങ്കർ അത്രയും വലുതാണ്. അതിൻ്റെ ചങ്ങലയിലെ ഒരൊറ്റ കണ്ണിക്ക് തന്നെ 100 കണക്കിന് കിലോ ഭാരമുണ്ട്. ആകെ ചങ്ങലയുടെ ഭാരം കൂട്ടിയാൽ ഡസൻ കണക്കിന് ആനകളുടെ അത്രയും ഭാരം വരും. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതുപോലെയുള്ള 9 കൂറ്റൻ കപ്പലുകൾ ഒന്നിനു പുറകെ ഒന്നായി പണിതു തീർത്ത് ആ ഷിപ്പ്യാർഡ് വിജയം കണ്ടു തീർക്കുകയായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള LNG കപ്പലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള LNG കപ്പലുകൾ എങ്ങനെയാണ് ഷിപ്പ്യാർഡുകളിൽ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.